അപ്പൊ ഇന്ന് ഓൾഡ് മൂവി റിവ്യൂ സെഗ്മെന്റിൽ ഞാൻ വന്നിട്ടുള്ളത് 1989 പുറത്തിറങ്ങിയ പ്രിയദർശൻ ഡയറക്ട് ചെയ്തിട്ടുള്ള വന്ദൻ എന്ന് പറഞ്ഞുള്ള മൂവിയാണ്. ഒരു റൊമാൻറ്റിക് കോമഡി ത്രില്ലർ ആ ജോണറിലൊക്കെ വരുന്ന ഒരു മൂവിയാണ്. ലാലേട്ടൻ മെയിൻ റോൾ ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മൂവി തന്നെയാണ് വന്ദൻ എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ ഇതിന്റെ കാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ മെയിൻ റോളായിട്ട് ലാലേട്ടനാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലീഡ് ഫീമെയിൽ ആക്ട്രസ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഗിരിജ ക്ഷേത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. പിന്നെ നെടുമുടി വേണു, മുകേഷ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ അഭിനയിച്ചിട്ടുള്ള മൂവിയാണ് വന്ദനം എന്ന് പറഞ്ഞ മൂവി. അപ്പൊ ഇതിന്റെ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ രണ്ട് പോലീസ് ഓഫീസേഴ്സ്, അതായത് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ലാലേട്ടൻ ചെയ്യുന്ന റോളും പുരുഷോത്തമൻ നായർ എന്ന് പറഞ്ഞിട്ടുള്ള ജഗദീഷ് ഏട്ടൻ ചെയ്യുന്ന റോളും, ഇവർ രണ്ടുപേരും കുര്യൻ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്യൂജിറ്റീവിനെ കണ്ടെത്താൻ, അതായത് ജയിലിൽ ചാടി പോയിട്ടുള്ള ഒരു വ്യക്തിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അയാളുടെ മകളായിട്ടുള്ള ഗാഥ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗിരിജ ക്ഷേത്ര ചെയ്തിട്ടുള്ള റോളാണ് ഈ ഗാഥ ഫെർണാണ്ടസ്. ഈ ഗാഥ ഫെർണാണ്ടസിനെ വാച്ച് ചെയ്താണ്ട് ഇയാളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. ഈ കുര്യൻ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് മുമ്പ് ഒരു പ്രൊഫസറാണ്. അയാള് പിന്നെ ഒരു പ്രത്യേക ഇൻസിഡന്റ് കാരണം ജയിലിലേക്ക് പോവാണ്. അവിടുന്ന് ചാടി പോയിട്ട് അയാളെ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ശ്രമമൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ ഗാഥ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്യാരക്ടറിനെ നിരീക്ഷിക്കുന്ന ഈ സമയത്ത് അവർ കൂടുതൽ അടുക്കുകയും പിന്നെ ഇഷ്ടത്തിലാവുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കുര്യൻ ഫെർണാണ്ടസ് എങ്ങനെയാണ് ജയിലിൽ പോയതെന്നും അതിന്റെ രഹസ്യങ്ങളൊക്കെ കണ്ടെത്തി, പിന്നെ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഇപ്പൊ ഈ ഗാദിയും ഉണ്ണികൃഷ്ണനും തമ്മിലുണ്ടാകുന്ന റൊമാൻറ്റിക് മൊമെന്റ്സും പിന്നെ അവരുടെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന കുറെ രസകരമായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ വന്ദനം എന്ന് പറഞ്ഞ മൂവിക്കുള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള മൂവിയാണിത്. ഇത് റൊമാൻസ് ആയാലും കോമഡി ആയാലും എല്ലാം നല്ല വർക്ക്ഔട്ട് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മൂവി തന്നെയാണിത്. ഇതില് ലാലേട്ടന്റെ പെർഫോമൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള മൂവിയാണ്. ഇതിന്റെ എൻഡിങ് ഒക്കെ കാണുമ്പോൾ നല്ല സങ്കടം തോന്നും. ഇത് ഫസ്റ്റ് ടൈം കണ്ടപ്പോഴാണെങ്കിലും ഇപ്പോഴത്തെ കാണുകയാണെങ്കിലും ഇതിന്റെ എൻഡിങ് കാണുമ്പോൾ ഭയങ്കര സങ്കടമായിട്ട് തോന്നും. അപ്പൊ ഈ പടത്തിന്റെ സ്റ്റോറി 1987 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു അമേരിക്കൻ ചിത്രമുണ്ട്, സ്റ്റേക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം. അതിന്റെ സ്റ്റോറിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയിട്ടുള്ള സ്റ്റോറിയാണ് ഈ വന്ദനം എന്ന് പറഞ്ഞിട്ടുള്ള മൂവിന്റെ സ്റ്റോറി. അപ്പൊ ആൾക്കാർ ഇത് കോപ്പിയാണ് എന്നൊക്കെ പറയുകയാണെങ്കിലും പക്ഷെ അത് മലയാളത്തിക്ക് അങ്ങനെ എല്ലാവർക്കും എത്തുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതെന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മൂവി നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് കാണാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള മൂവി തന്നെയാണ്. ഞാൻ നല്ല റെക്കമെൻഡ് ചെയ്യുന്ന മൂവി തന്നെയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും കാണാം. കണ്ടവര് റീവാച്ച് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. ബൈ.